Hello friends, welcome to Insignia English. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇതൊരു അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സെന്റൻസുകളാണ് ഇതിൽ വരുന്നത്. പക്ഷേ ആർക്കും പഠിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു മെത്തേഡ് ഞാൻ ഇവിടെ പറയുന്ന ആ ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ഒരു ഫോമാണ്. ഈ ഒരു ഫോമിന്റെ ഉപയോഗം നമ്മൾ എന്തിനാണ് ഇതിൽ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയതായിരിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുകയാണ്, അവൻ ഇപ്പോൾ 2 മണിക്കൂർ മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിക്കുകയാണ്. അപ്പോൾ അവന് പറയേണ്ടത് ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് അതിൻ്റെ ഒരു ടൈമും കൂടി ആഡ് ചെയ്തിട്ട് പറയണം. അതായത് കുറേ നേരമായിട്ട് അവൻ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി ഇപ്പം നമ്മൾ 1 മണിക്കൂറായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ വിളിച്ച് പറയില്ലേ, ഞാൻ 1 മണിക്കൂറായിട്ട് നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാണ് കേട്ടോ എന്ന് പറയില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് ടൈം ആഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റും ആണ്. അല്ലെങ്കിൽ നമ്മൾ ടൈം ആഡ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ എന്നൊന്നും നമ്മൾ അതിൽ ആഡ് ചെയ്തില്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അത് മനസ്സിലാവില്ലേ, നമ്മൾ എത്ര നേരമായി ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ടൈം ആഡ് ചെയ്തിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആർക്കെങ്കിലും ടൈമും അല്ലെങ്കിൽ വർഷമൊക്കെ ആഡ് ചെയ്യണം എങ്കിൽ, ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2 വർഷമായിട്ട് ഞാൻ ആ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയണമെങ്കിൽ ടൈമും നമുക്ക് വർഷമൊക്കെ ആഡ് ചെയ്യേണ്ടത് ഇതിൽ. അപ്പോൾ ഈ ഫോമിലാണ് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നൊരു ഫോം എന്ന് വെച്ചാൽ ഐ ആം സ്റ്റഡിയിങ് ഫോർ 2 hours എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഐ ആം സ്റ്റഡിയിങ് ഒന്നും ഇതിൽ യൂസ് ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഐ ആം സ്റ്റഡിയിങ് അല്ലെങ്കിൽ ഷീ ഈസ് റീഡിങ് എന്നൊക്കെയുള്ള ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ നിമിഷത്തെ മാത്രമേ ഇതിൽ പറയാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ ടൈമൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല. അതുകൊണ്ട് ടൈം ആഡ് ചെയ്യണം എങ്കിൽ ഇങ്ങനെ 3 വർഷമായിട്ട് 4 വർഷമായിട്ട് 2 മണിക്കൂറായിട്ട് എന്നൊക്കെയുള്ളത് ആഡ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോം തന്നെ യൂസ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഫോർമാറ്റ് ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ing. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. കേൾക്കുമ്പോൾ വളരെ വലിയൊരു ഫോമായി തോന്നും. ഇല്ല, വലിയ ഫോമൊന്നുമല്ല കേട്ടോ. നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഗ്രാമറായിട്ടൊന്നും ആരും കൺസിഡർ ചെയ്യേണ്ട കേട്ടോ. കാരണം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ടോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായാലും നമുക്ക് പറയണ്ടേ, ഞാൻ 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 3 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 2 മണിക്കൂറായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ 1 മണിക്കൂറായിട്ട് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ടൈമൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ടൈം ആഡ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഞാൻ വർക്ക് ചെയ്യാണ്, ഐ ആം വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ച വ്യക്തിക്ക് അറിയില്ല നമ്മൾ എത്ര നേരമായിട്ട് ഇതിൻ്റെ പിന്നിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ല. അപ്പോൾ ടൈം ആഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം ആഡ് ചെയ്യണോ, നമുക്ക് ഈ ഫോമിൽ പോകേണ്ടി വരും. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം കേട്ടോ. ആദ്യം മണിക്കൂറുകളൊക്കെ വരുന്നത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നമ്മൾ പറയാണ് 2 മണിക്കൂറായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 2 hours. ആ ടൈം 2 മണിക്കൂറായി എന്നുള്ളത് കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഫോർ 2 hours എന്ന് വെച്ചത്. FOR ആണ് കേട്ടോ, ഫോർ 2 hours. 3 മണിക്കൂറായിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ റീഡിങ് ദിസ് ബുക്ക് ഫോർ 3 hours. 3 മണിക്കൂറായിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 1 hour. അതായത് 1 മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വെയിറ്റിംഗ് നിന്നിട്ടില്ല കേട്ടോ, ഞാൻ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞത്. പ്രസൻറ്റിൽ ഒരിക്കലും കഴിഞ്ഞു പോയിണ്ടാവില്ല, ഇപ്പോഴും ആ സംഭവം ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ ടൈം, ഇപ്പോൾ ഒരു കുട്ടി പറയാണ്, അമ്മ ഞാൻ ഇപ്പോൾ 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എനിക്ക് കുറച്ച് നേരം TV കാണട്ടെ നമ്മൾ ചോദിക്കും. അപ്പോൾ ആ കുട്ടി ആ ടൈം ആഡ് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്ക് അറിയില്ല ഈ കുട്ടി എത്ര നേരമായി പഠിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കത് പറയണം: ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours. ഇനി എന്നെ TV കാണാൻ അനുവദിക്കൂ എന്നുള്ളത് ഈ ഫോമിലല്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അടുത്ത സെൻറ്റൻസ്, അമ്മ പറയാണ് 3 മണിക്കൂറായിട്ട് ഇവിടെ മുന്നിലിരിക്കുന്നത്, ഒന്ന് പോയി പഠിക്ക് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമുക്ക് 3 മണിക്കൂറായി അവൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയണം. ഹീ ഹാസ് ബീൻ, ഹാസ് വരാൻ കാരണം ഹീ സിംഗുലർ ആയതുകൊണ്ടാണ് കേട്ടോ. ഹീ ഹാസ് ബീൻ വാച്ചിങ്, ഫിലിമാണ് കാണുന്നെങ്കിൽ ഹീ ഹാസ് ബീൻ വാച്ചിങ് എ ഫിലിം ഫോർ 3 hours.
3 മണിക്കൂറായിട്ട് അവനൊരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറായിട്ട് അവർ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരല്ലേ, അപ്പോൾ ദേ ആണ്, ദേയുടെ കൂടെ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുക കേട്ടോ. ദേ ഹാവ് ബീൻ പ്ലേയിങ് ക്രിക്കറ്റ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂറായി ട്രാവൽ ചെയ്യാണ്. എത്ര നേരമായി? ഇപ്പോൾ ട്രെയിനിലാണ്, 6 മണിക്കൂറായി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരാൾക്ക് പറയണം. ഐ ഹാവ് ബീൻ ട്രാവലിംഗ് ഫോർ 6 hours കേട്ടോ. അപ്പോൾ ഈ 4 ഇവിടെ വെച്ചു. ഇനി നമുക്ക് ഈ 4ന് പകരം സിൻസും വെക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ക്ലോക്കിൽ നോക്കിയപ്പോൾ കറക്റ്റ് 6 മണിയാണ്. നമ്മൾ യാത്ര തുടങ്ങിയത് 6 മണിയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ 9 മണിയായിരുന്നു വിചാരിക്കാം. അപ്പോൾ നമുക്ക് പറയണം 3 മണിക്കൂറായിട്ട് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, 3 മണിക്കൂറല്ല, 6 മണി മുതൽ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. 3 മണിക്കൂർ എന്നല്ല പറയുന്നത്, ഈ സമയത്ത് ഞാൻ പറയുന്നത് കൃത്യം ടൈം എടുത്ത് പറയാണ്, 6 മണി മുതൽ. അപ്പോൾ നമ്മൾ മുതൽ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് സിൻസ് എന്ന് പറയുന്ന ഒരു വേർഡാണ് കേട്ടോ, സിൻസ്. അതെടുത്ത് പറയാം. ഐ ഹാവ് ബീൻ ട്രാവലിംഗ് സിൻസ് 6 o'clock. 6 മണി മുതൽ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു ടൈം എടുത്ത് നോക്കിയിട്ട് പറയാണ്, ഞാൻ 2 മണി തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 2 o'clock. ക്ലോക്കിലെ ടൈം കറക്റ്റായിട്ട് എടുത്ത് പറയുമ്പോൾ നമുക്ക് സിൻസ് വയ്ക്കണം കേട്ടോ. കാരണം 2 മണി മുതൽ എന്നല്ലേ പറയാം, മുതൽ എന്നുള്ളതിന് സിൻസാണ്. ഇനി നമുക്ക് വർഷവും പറയാം കേട്ടോ. വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ 2019 മുതൽ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരാൾക്ക് പറയണം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഫേം സിൻസ് 2019 കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം എന്തൊരു വലിയൊരു നീട്ടുള്ള സെൻറ്റൻസുകളാണ്, ഇതെങ്ങനെ ഞങ്ങൾ പറയാമെന്ന്. ഈ ഐ ഹാവ് ബീൻ എന്നൊക്കെ ഉള്ളതിന് നമുക്കൊന്ന് കോൺട്രാക്ഷൻ യൂസ് ചെയ്യാം, ഒന്ന് ചെറുതാക്കാം കേട്ടോ. ഐ ഹാവിന് നമുക്കറിയാലോ, ചെറിയ ക്ലാസ്സിലൊക്കെ ഐ എഴുതി അപ്പോസ്ട്രഫി VE എന്നുള്ളത്. അപ്പോൾ ഐ ഹാവിന് നമുക്ക് ഷോർട്ടാക്കാം, ഐ ബീൻ റീഡിങ് അല്ലെങ്കിൽ ഐ ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours എന്നാക്കാം. ഐ ഹാവ് ബീൻ എന്നുള്ളത് നമുക്ക് ഐ ബീൻ റൈറ്റിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ചെറുതായല്ലോ, അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി എനിക്ക് പറയേണ്ടത് ഇതാണ്, 2018 മുതൽ ഞാനിവിടെ താമസിക്കുകയാണ്, ഞങ്ങളിവിടെ താമസിക്കുകയാണ് ഇവിടെ. ഐ ഹാവ് ബീൻ അല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ എന്ന് വെക്കാം കേട്ടോ, വി വെക്കാം. വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് പ്ലേസ് സിൻസ് 2018. 2018 മുതൽ ഞങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. എനിക്ക് പറയേണ്ടത് 3 വർഷമായിട്ട് ഞാൻ ഈ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വർഷം കറക്റ്റായിട്ടല്ല തരുന്നത്, 3 വർഷമായി എന്നാണ് പറയുന്നത്. അല്ലാണ്ട് 2017 അല്ലെങ്കിൽ 2022 ഒന്നും പറയുന്നില്ല. അപ്പോൾ 3 വർഷമായിട്ട് ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളല്ലേ, വി ഹാവ് ബീൻ സ്റ്റേയിങ്. ടെമ്പററി ആയിട്ട് താമസിക്കുകയാണെങ്കിൽ സ്റ്റേയിങ് എന്ന് വെച്ചാൽ മതി. വി ഹാവ് ബീൻ സ്റ്റേയിങ് ഇൻ ദിസ് ഹോസ്റ്റൽ ഫോർ 3 years. 3 വർഷമായിട്ട് ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ സെൻറ്റൻസ് ആയിട്ട് കരുതരുത്, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. കുറച്ച് ശ്രദ്ധിക്കേണ്ടത് സിൻസും 4 ആണ്. അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. സിൻസ് എന്ന് വെച്ചാൽ മുതൽ എന്നാണ്. 4ന് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചാണ് വെക്കാൻ പറ്റുള്ളൂ. കറക്റ്റ് അതിൻ്റെ മീനിങ് ഉണ്ട്, പക്ഷേ ഇവിടെ ആ മീനിങ് അല്ല നമ്മൾ നോക്കുന്നത്, എവിടെയാണ് അതിൻ്റെ യൂസേജ് വരുന്നതെന്നാണ് കേട്ടോ. അപ്പോൾ ഇനി വല്ലവർക്കും സ്പോക്കൺ ഇംഗ്ലീഷോ ഹിന്ദിയോ ഒക്കെ പഠിക്കണമെന്ന് വെച്ചാൽ നമ്മൾ താഴെ തരുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടോ ഡയറക്റ്റായിട്ടോ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ.